യുവതി സ്വപ്നം കാണുകയായിരുന്നു. ഒരു കടയിലാണ് അവൾ നിൽക്കുന്നത്. ദൈവമാണ് അവിടുത്തെ വിൽപ്പനക്കാരൻ. അവൾ ചോദിച്ചു, ഇവിടെ എന്തെല്ലാമാണ് വിൽക്കുന്നത്? ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം. വളരെ ആലോചിച്ചാണ് അവൾ പ്രതികരിച്ചത്. എനിക്ക് മനസ്സമാധാനവും സന്തോഷവും സ്നേഹവും വേണം, ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും. ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഫലങ്ങൾ വിൽക്കുന്ന സ്ഥലമല്ല, വിത്തുകൾ വിൽക്കുന്ന ഇടമാണ്. സ്വന്തം വിളനിലങ്ങളെല്ലാം നശിപ്പിച്ച ശേഷം നമ്മൾ അപരനു മുന്നിൽ കൈനീട്ടി ഇറങ്ങും. എന്തും പണം കൊടുത്തു വാങ്ങാമെന്ന മിഥ്യാധാരണയിൽ ഓരോ ഫലവും വിത്തിന്റെ ഗുണമേന്മയും പരിപാലനത്തിന്റെ വൈശിഷ്ട്യവുമാണ് വിളിച്ചു പറയുന്നത്. കൊയ്തെടുത്തതെല്ലാം വിത്താകില്ല, വിതച്ചതെല്ലാം വിളവാവുകയുമില്ല. ഫലം ശേഖരിക്കാൻ ഇറങ്ങുന്നവന് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായാൽ മാത്രം മതി. വിത്തുമായി ഇറങ്ങുന്നവന് വിയർപ്പും വൈഷമ്യവും ഉൾക്കൊള്ളാനാകണം. വിത്തിൽ നിന്ന് ഫലം അറിയാനും ഫലത്തിൽ നിന്ന് വിത്ത് അറിയാനുമാകണം. വിത്തറിയുന്നവൻ ഓരോ ഫലത്തിലും അതന്വേഷിക്കും. ഫലം അറിയുന്നവന് രുചിഭേദങ്ങളിൽ മാത്രമായിരിക്കും ശ്രദ്ധ. ഒരു ഫലത്തിൽ എത്ര വിത്തുകളുണ്ടെന്ന് എണ്ണാൻ കഴിഞ്ഞാലും ഒരു വിത്തിൽ നിന്ന് എത്ര ഫലങ്ങൾ രൂപപ്പെടുമെന്ന് കണ്ടെത്താൻ ആർക്കുമാകില്ല. വേണ്ടതെല്ലാം വേറെ എവിടെയെങ്കിലും മാത്രം അന്വേഷിച്ച് ശീലിച്ചവരാണ് നമ്മൾ. സ്വന്തം സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഉള്ളം ശുദ്ധമായാൽ ഉലകം സുതാര്യമാകും. മറ്റുള്ളവർ പാകിയ വിത്തിൽ നിന്ന് വിളവെടുത്ത് എത്ര നാൾ വിശപ്പ് മാറ്റാനാകും? എല്ലാവർക്കും വേണ്ട ചിലതുണ്ട്, സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും. ഇവയെല്ലാം സൗജന്യമായി ലഭിക്കുന്ന ഒരിടം രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന പലർക്കും കയറി നിൽക്കാൻ ഒരു സ്ഥലമാകും. അന്വേഷിച്ചു വരുന്നവർക്ക് വിശപ്പടക്കാനുള്ള പഴങ്ങൾ നൽകാതെ വിതയ്ക്കാനുള്ള വിത്തുകളാണ് നൽകേണ്ടത്.